വെൽക്കം ടു സൈലം ലേണിംഗ്. മക്കളെ, അമൃത മിസ് ആണ്. നമുക്കൊക്കെ യാത്ര പോകാൻ ഇഷ്ടമാണല്ലേ? ട്രാവൽ ചെയ്യാനൊക്കെ ഇഷ്ടമാണല്ലോ. നമുക്ക് ഒരുപാട് ട്രാവൽ മോഡുകൾ ഉണ്ട്. നമുക്ക് എയറോപ്ലെയിനിൽ ട്രാവൽ ചെയ്യാം, ബസ്സിൽ പോവാം, ട്രെയിനിൽ പോവാം, കാറിൽ പോവാം, ബൈക്കിൽ പോവാം, ഓട്ടോയിൽ പോവാം. അങ്ങനെ ഒരുപാട് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് ഷിപ്പിൽ വരെ പോവാം അല്ലേ? ഇവിടെ നോക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഭയങ്കര കൗതുകം തോന്നുന്ന ഒരു സാധനമാണ് ട്രെയിൻ എന്ന് പറയുന്നത് അല്ലെ. എത്ര കണ്ടാലും നമുക്ക് മതി വരില്ല. ട്രെയിൻ ഇങ്ങനെ പോകുന്നതും ട്രെയിൻ വലുപ്പോ അല്ലെ, ഒരു ചേരട്ട പോലെ ഉണ്ടാവില്ലേ ട്രെയിൻ പോകുന്നത് കാണാൻ അല്ലെ? അപ്പൊ അത്രയും ഭംഗിയുള്ള ഒരു ട്രെയിൻ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലാണ് എന്ന് വിചാരിച്ചു നോക്കുക. റെയിൽവേ സ്റ്റേഷന് ഒരു പ്രത്യേകതയുണ്ട്. അവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരം ടൈമിംഗ് ആണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഇവിടെ നോക്കി ഒരു അനൗൺസ്മെന്റ് മിസ് പറയാം. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, അങ്ങനെയാണല്ലോ മൈക്കിൽ അനൗൺസ് ചെയ്യാം. യാത്രിയോം കൃപയ ധ്യാൻ ദീജിയെ, അങ്ങനെയല്ലേ പറയാ. മിസ്സിന് കറക്റ്റ് ആയിട്ട് അറിയില്ല. അപ്പോ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക, മൈക്കിൽ അനൗൺസ്മെന്റ് വരിക. ഇന്നത്തെ മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് 15 മണിക്ക് പുറപ്പെടുകയുള്ളൂ. 15 മണി, വാട്ട് ഈസ് ദാറ്റ്? യുവർ അറ്റൻഷൻ പ്ലീസ്. ടുഡേസ് മംഗള എക്സ്പ്രസ് വിൽ ലീവ് ഓൺലി അറ്റ് 15 hours. ഓക്കെ, 15 മണി 15 hours. എന്താ ഇത് സാധനം? നമുക്കറിയുന്ന ടൈം എന്ന് പറഞ്ഞാൽ 12 മണി വരെയാ അല്ലെ? 12 കഴിഞ്ഞാൽ പിന്നെയും 1 മണി, 2 മണി, 3 മണി, അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെ? 12 കഴിഞ്ഞാൽ 1, 2, 3, 4 അങ്ങനെയാണ് നമുക്കറിയാം. പക്ഷെ 15 മണി എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വലി ഈ 15 മണി എന്ന് പറയുന്നത് 24 hour ക്ലോക്ക് ആണ്. 24 മണിക്കൂർ ക്ലോക്കിലാണ് ഈ 15 മണി ഇരിക്കുന്നത്, റൈറ്റ്? അപ്പൊ ഇത് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ കാണാൻ പറ്റും. ഇതാ കണ്ടോ, സ്റ്റോപ്പ് വാച്ച്. നമ്മളുടെ വാച്ചില്, ചില വാച്ചില് സമയം ഇങ്ങനെയാ: 14:05, 21:33, 15:44. ഇതൊക്കെ സമയ കൗണ്ട് ഓൺ അല്ല കേട്ടോ, ടൈമർ അല്ല. ഇതൊക്കെ എന്താണ്? സമയമാണ്. ഈ സമയം നമുക്ക് വായിക്കാൻ അറിയണം. റെഡി? അപ്പൊ ഈ സമയം എങ്ങനെയാ വായിക്കാൻ അറിയാം? ഇവിടെ നോക്കി, ഒരു ക്ലോക്ക് കാണുന്നില്ലേ? ഈ ക്ലോക്കിൽ നമുക്കറിയാം 1 മണി, 2 മണി, 3 മണി, 4, 5, 6, 7, 8, 9, 10, 11, 12 മണി. രാത്രി, അതായത് നമ്മൾ ഉറങ്ങുന്ന സമയം മുതൽ 1 മണി, രാത്രി 1 മണി മുതൽ ഇങ്ങനെ വന്ന് ഉച്ച 12 മണിയായി. ഉച്ച 12 മണി, അതായത് 1 AM, 2 AM, 3 AM, അങ്ങനെ പോയി 11 AM, 12 AM, 12 മിഡ് ആണ് അല്ലെ? 11 AM വരെ വന്നു എന്ന് വിചാരിക്കാം. അതിനുശേഷം, അതായത് 12-ന് ശേഷം വരുന്നത് നമുക്ക് എന്താണ്? PM ആണ്. അതായത് 1 PM, 2 PM, 3 PM. വൈകുന്നേരങ്ങളെ നമ്മൾ PM എന്ന് വെച്ചിട്ടാണ് കാണിക്കുക. പക്ഷേ 24 hour ക്ലോക്കില് ഈ AM-ഉം PM-ഉം ഇല്ല. 24 hour ക്ലോക്കില് AM-ഉം PM-ഉം എന്തില്ല? അവർക്കില്ല. നേരെ മറിച്ച് ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്കുള്ളത് 13 ആണ്. 1 മണിക്ക് പകരം 13, 2 മണിക്ക് പകരം 14, 3 o'clock പകരം 15, 4 o'clock പകരം 16. അതായത് ഇപ്പൊ ഞാൻ വെറുതെ 13 എന്ന് എഴുതി കഴിഞ്ഞാൽ, 13 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? ഉച്ചയ്ക്ക് 1 മണിയാണ്. ഞാൻ 16 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം അത് 4 മണിയാണ്, വൈകുന്നേരം 4 മണിയാണ് എന്നാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കും, മിസ്സേ ഇതെങ്ങനെയാ കണ്ടുപിടിക്കുക? ഇത് മുഴുവൻ പഠിച്ചു വെക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇവിടെ 16 മണി എന്ന് നമുക്ക് സമയം കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യണം? 16-ൽ നിന്ന് 12-നെ മൈനസ് ചെയ്യണം, കുറയ്ക്കണം. 12 കുറച്ചാ മതി. ഓക്കെ, 4 മണി. ഓക്കെ, 16 മണി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? 12-നെ ഒന്ന് കുറച്ചാ മതി. നമ്മളുടെ സാധാരണ സമയത്തേക്ക് അത് മാറിക്കോളും. റെഡി? ഒന്ന് നോക്കിയേ. 12 മണി. ഓക്കെ, 24 hour 14 മണി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 14 മണി അത് എത്രയായിരിക്കും? നമ്മളുടെ ക്ലോക്കിൽ എത്രയാ? നമ്മളോട് പറയാ ട്രെയിൻ ലീവ്സ് അറ്റ് 14:05. നമുക്ക് അറിയില്ല, അല്ലെങ്കിൽ നമ്മളുടെ പാരന്റ്സിന് അറിയില്ല. അപ്പൊ നമ്മൾ ഹെൽപ്പ് ചെയ്യണ്ടേ? അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 14:05 എന്ന് പറയുന്നത് എഴുതുക, മൈനസ് 12. 5 എത്ര വരും? 14-ന് 2 പോയാ 2. സമയം എത്രയാണ്? 2:05 PM. PM എഴുതാൻ മറന്നു പോരുത്. 2:05 PM. ഇത് എപ്പോ മാത്രമേ ഉള്ളൂ? 12 മണി വരെ നമുക്കറിയാം. 12 മണി വരെ ഓക്കെയാണ്. 12-ന് ശേഷം വരുന്ന ആൾക്കാരെ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇതേപോലെ മാറ്റി എഴുതേണ്ടത്.
റെഡി? ഇനി തിരിച്ചു മാറ്റി പറയാനോ? അതായത് നമ്മളുടെ ഒറിജിനൽ ടൈം 6:35 PM, ഇതിനെ 24 hourലേക്ക് മാറ്റണം. അപ്പൊ നമ്മൾ എന്താ ചെയ്താ മതി? 12നെ ആഡ് ചെയ്താ മതി, കൂട്ടിയാ മതി. നോക്കാം, 06:35 PM അല്ലേ, പ്ലസ് 12 എന്ത് ചെയ്യാ? 5, 3, 8, 18:35. 18:35 എന്ന് പറയുന്നത് എന്താണ്? 24 മണിക്കൂർ ക്ലോക്കിലുള്ള സമയമാണ്. ഇതൊക്കെ ആർക്ക് മാത്രമേ ഉള്ളൂ? PM-ന്റെ കേസിൽ മാത്രമേ ഉള്ളൂ. AM-ന്റെ കേസിൽ എന്ത് ചെയ്യണ്ട? പ്ലസും ചെയ്യണ്ട, മൈനസും ചെയ്യണ്ട. അവർ അങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഓക്കെ, അതായത് ഫോർ എക്സാമ്പിൾ മിസ് പറയാം, ഇപ്പോ 3 മണി 3 AM എന്ന് പറയുന്നതിനെ ഇത് 12 hour. 3 മണി എന്ന് പറഞ്ഞാൽ 12 hour. ഇതിനെ 24 hourലേക്ക് മാറ്റുമ്പോൾ 3 മണി തന്നെയാ. എന്ത് ചെയ്യണ്ട? AM-ഉം PM-ഉം എഴുതണ്ട. 3 മണിക്ക് ഒരു മാറ്റവും ഇല്ല, കാരണം ഇത് AM ആണ്. ഇനി 12 hourല് 6 PM എന്നാണെങ്കിൽ ഇതിനെ മാറ്റുമ്പോൾ എന്ത് വരണം? 6 + 12 എന്ന് എഴുതണം. കണ്ടോ? 18 മണി. PM ആണെങ്കിൽ 12 ആഡ് ചെയ്യണം, AM ആണെങ്കിൽ ഒരു മാറ്റവും ഇല്ല. ക്ലിയർ അല്ലേ? ക്ലിയർ ആണല്ലോ. അപ്പൊ ഈ AM-ഉം PM-ഉം 12 hour-ഉം 24 hour എന്ത് ചെയ്യുക? കുറച്ച് നമ്പേഴ്സ് ഒക്കെ ഇട്ടിട്ട് എന്റെ മക്കൾ എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക കേട്ടോ. ഈസിയാണ്, എല്ലാവർക്കും മനസ്സിലാവും. Ready? So thank you students. Thank you so much for your valuable time. Have a great day. Bye everyone.